ജോസൂട്ടി 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 ആ കുഞ്ഞുകൂട്ടനാ എന്നെന്തിനു വിളിപ്പിച്ചേ? ആ ഞാനേ നീ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? എനക്ക് വീട്ടിൽ പോണ്ടേ, എനിക്ക് എന്റെ അമ്മേനെ അച്ഛനും കാണണ്ടേ, പിന്നെ ഒരു 10,000 രൂപ തരാന്നും പറഞ്ഞു. ഒരു മാസം മുമ്പേ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് പോകണമെന്ന്. ഇപ്പൊ പൈസ തരുന്ന ഒരു കൂട്ടവും കുറിയും ഇല്ല, അങ്ങനത്തെ പരിപാടിയില്ല. ഞാൻ പോകുന്ന പറയുമ്പം ഒന്നും മിണ്ടാണ്ടായിരുന്നു നടക്കുന്നത്. ഞാൻ ഇനി എന്തുണ്ടെങ്കിൽ നാളെ ഞാൻ പോയി പൈസ കിട്ടിയോ കിട്ടിട്ടോ എന്റെ വീട്ടിൽ പോയി. ഞാൻ അങ്ങനെ പറയല്ലേ. എന്താന്നാ, നിനക്ക് പൈസ തന്നെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ നാട് നമുക്ക് എല്ലാവർക്കും വലുതാണ്, അവനവന്റെ നാട് വലുതാണ്, നാട്ടിൽ പോകണം, അമ്മനെ കാണണം. പക്ഷെ ഒരു കൈത്തൊഴിൽ ചെയ്യണവനോട് സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലിടമാണ് ഏറ്റവും വലുത്. അപ്പൊ നീ അതിനോടൊരു ആത്മാർത്ഥത കാണിക്കണം. എനിക്ക് ആത്മാർത്ഥത ഇല്ലേ? അല്ല, നീ ആത്മാർത്ഥത കാണിക്കണില്ലെന്നല്ല പറയണത്. നിന്നെ വിശ്വസിച്ചയാളെ ഏൽപ്പിച്ചേക്കണല്ലേ. നീ വായിച്ചിട്ടില്ലേ, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദോ എന്നൊക്കെ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി. വെളിച്ചം എന്റെ നാട്, തമസ് ആശാന്റെ തയ്യൽക്കട. ഇനി എപ്പോഴത് ഇരുട്ടായിരിക്കും തമസ്? ഞാൻ പോരെ. അല്ല, നീ ഇട്ടുകൊണ്ട് പോണെന്നാ? ഞാൻ ഇരുട്ടാക്കി പോവും. അതെ, നിന്നോട് പറയട്ടെ, എന്താന്നറിയോ, നിനക്ക് തരാൻ വേണ്ടി 10,000 രൂപ റെഡി ക്യാഷ് പരീക്ക വെച്ചോണ്ടിരുന്നാണ് എനിക്കറിയാം. തന്നിട്ട് എനിക്ക് തരാനായിട്ട് അത് അതിന്റെ ഇടക്കുന്ന് പോയില്ലേ? എടാ, നിനക്ക് തരാൻ വെച്ച കാശ് ഒരുത്തിന് കൊടുക്കേണ്ടി വന്നില്ലേ? ആർക്ക്? നമ്മുടെ ആ കോളനിയിലെ കച്ചറ ഗോപാലനില്ലേ? ഓനെന്തിനു കൊടുക്കേണ്ട ആവശ്യം? എടാ, അയാള് ഭാര്യയുടെയും മക്കളുടെ ഒക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് തയ്ക്കാൻ തന്നാ. ചുരിദാറും പിന്നെ 2-3 കുടുക്ക് മാറിപ്പോയി, ഒന്ന് ടൈറ്റ് ആയി പോയി. പ്രശ്നമൊന്നുമില്ലേ? അയാൾക്ക് കല്യാണത്തിന് പോകാനും പറ്റില്ല, ഇടാനും പറ്റിയില്ല. ആ കല്യാണം ആയെന്ന് ഇടാൻ പറ്റിട്ട് പിന്നിടാലോ. എടാ, പിന്നെ ഇടാൻ പറ്റില്ല. അയാൾ ആ ഡ്രസ്സൊക്കെ ആയിട്ട് തയ്ച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് നീ ഇല്ലാത്തപ്പോ കടയിൽ വന്ന് ആ തയ്യൽ മെഷീനും തല്ലിപ്പൊളിച്ച് നിന്റെ ആശാനെയും തല്ലിയിട്ടാ പോയത്. ഞാൻ പിന്നെ നിനക്ക് തരാൻ വെച്ചാണ് 10,000 രൂപ കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തത്. അയ്യോ, നിന്റെ ആശാന്റെ ഒരു ആത്മാർത്ഥത കാരണം നിന്നോട് പറയാഞ്ഞതാണിത്. എന്നോട് ഒന്നും പറഞ്ഞില്ല. അതാണ് ഒരു വാക്ക് പറയണ്ടെന്ന് ആശാൻ. പറയാനായിട്ട് നീ കാശും ചോദിച്ച് നടക്കല്ലേ ദിവസവും? ഈ പൈസ എനക്ക് തരാനുള്ള പൈസ അയാൾക്ക് കൊടുത്തു. എടാ, നീ കാരണമല്ല അയാൾക്ക് തല്ലുകൊണ്ടത്. അയ്യോ, ഞാൻ കാരണം. അത് നിന്നോട് പറഞ്ഞില്ലല്ലോ അയാള്. ആശാൻ, ഞാനാ പറഞ്ഞത് കുഞ്ഞൂട്ടന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് അത് ഒഴിവാക്ക്. അവന് പരീക്കാനോട് ആത്മാർത്ഥമുള്ളതല്ലേ, അവനൊരു അക്ഷരം മിണ്ടൂലെന്ന് പറഞ്ഞു. ഇത് എന്റെ ആശാൻ അടിച്ച. എന്ന് പേരെന്ന് പറഞ്ഞേ? പേര് പരീക്കുട്ടി, റഷ്യ ടൈലേഴ്സ്. അതെന്റെ ആശാൻ. ആശാന്റെ തച്ചോന്റെ പേര്. അത് കോളനിയിലെ കച്ചറ ഗോപാലനടാ. കച്ചറ ഗോപാലൻ? നീ ഞാൻ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ചോദിക്കാനും നിൽക്കണ്ട. ഓൻ കച്ചറ, ഞാൻ എന്റെ അപ്പുറത്തെ കച്ചറയാണ്. നോക്കാം. വിളിച്ചു പിന്നെന്ന് പണിക്ക് പോയിക്കില്ലേ? ഇന്ന് പിന്നെ പണിക്കല്ലാണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഈ സജി തൂക്കി പോണത്? അല്ല, ഇന്ന് നിങ്ങൾ ആ കോളനിയിൽ തന്നെയാ പണിക്ക് വന്നേ? ഇന്ന് കോളനിയിലല്ല, ഇന്ന് കോളനിയുടെ തൊട്ടപ്പുറത്ത് വലിയൊരു രാജകൊട്ടാരുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് പണി. കൊട്ടാരത്തിന്റെ പേര് പറഞ്ഞാൽ പിന്നെ നിനക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് കോളനി എന്ന് പറഞ്ഞാണ്. എന്താടി കോളനിക്ക് കുഴപ്പം? കോളനിക്ക് അവിടെ ആ കച്ചറ ഗോപാലിന്റെ കോളനി അല്ല, അവിടെ എന്നും തല്ലും വഴക്കാന്നാ കേട്ടെ. ഞാൻ തല്ലും വഴക്കുണ്ടാക്കാൻ പോവല്ലോ, ഞാൻ പണിയാൻ വേണ്ടി പോവല്ലേ. നിങ്ങൾ തല്ലും വഴക്കുണ്ടാക്കാൻ പോകുന്നല്ല പറഞ്ഞത്, അതാ കച്ചറ ഗോപാലൻ നേരം അവിടെ എപ്പോഴും അടിയും ബഹളും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിൽ പോണോന്ന് വിചാരിച്ച് ചോദിച്ചതാ. ഈ വീട്ടിന്റെ ഉള്ളിൽ തേരാപാര നടക്കണം, നിനക്ക് എങ്ങനെയാടി ഗോപാലൻ കച്ചറയാണെന്നുള്ള കാര്യം അറിയണ്? പേര് കേൾക്കുമ്പോ അറിയില്ലേ? പേര് കേൾക്കുമ്പോ എങ്ങനെ അറിയണ്? കച്ചറ ഗോപാലൻ. കച്ചറ ഗോപാലൻ നായരാ? ഗോപാലൻ നായരാരാന്ന് എന്നോട് പറഞ്ഞു. ഗോപാലൻ നായരാണ്. ഒന്ന് വിട്ടേക്ക്, ഞാൻ നിങ്ങളൊരു പണിക്ക് പോകുമ്പോ എന്തേലും ചോദിക്കണ്ടേന്ന് വിചാരിച്ച് ചോദിച്ചത്. നിങ്ങൾ പോയിക്കോ, പണിക്ക് പോയിക്കോ. നീ എന്തിനാ വിളിച്ചത് പറ? ഇപ്പൊ വിളിച്ച് നിർത്തിയാ എന്തിനാന്ന്? വെറുതെ വിളിച്ചതാ വാസുവേട്ടാ. എന്താ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് പിടുത്തം പെടണ്ടേ? അല്ല, എന്തായി കുഞ്ഞോട്ടന്റെ കാര്യം? ഒന്നൊതുങ്ങിയ മട്ടുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച പോകണുള്ളൊന്ന് തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അതെയാ? നമ്മുടെ ജോസുട്ടി പ്രയോഗിച്ച ചെറിയൊരു പൊടിക്കൈ ചെറുതായിട്ടൊന്നും ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത ആഴ്ച പോകണല്ലോന്നൊക്കെ ഉള്ള തീരുമാനമായി. അപ്പൊ അതുവരെ ആയി. അതിനുള്ളിൽ ഇനിയിപ്പോ റസിയ കുട്ടീനെ ഒന്ന് ഒതുക്കി കൂട്ടി ചാലിലെറിയണം. അല്ല, ഒന്ന് ഒതുക്കി കൂട്ടി കയ്യിൽ പിടിക്കണം. കുറച്ച് കായ് വസൂലാക്കണല്ലോ ആ പൈച്ചറയിന്ന്. അത് എളുപ്പല്ലേ? അസലായിട്ടാണ് പുകഴ്ത്തിയാ മതി. പുകഴ്ത്തല് വീഴാത്ത ഒരു പെണ്ണുമില്ല. എന്നാ പുകഴ്ത്തിയ ട്രാക്കിൽ വീഴാത്തൊരു പെണ്ണുണ്ട്, അതാണ് റസിയ. ആണ് എന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണ്? അതായത് 24 മണിക്കൂർ നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണോണ്ടാണ് നിന്റെ ഒരു വിലയില്ലാത്തത്. എന്റെ മാതിരി പണിക്ക് പണിക്ക് പോയിട്ട് 10 ഉറുപ്പ്യ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണിനും വില ഉണ്ടാവൂടോ. പണിക്ക് പോവാ നോക്ക്. വെറുതെ ടൈലറാണ് പറഞ്ഞു.
നിനക്കെന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാണ് ബനിയന് പറ. നീ എന്റെ ആശാനെ പീടിപ്പോ ചീത്ത വിളിച്ചോടാ. ചീത്ത വിളിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും. നീ തോടുകൂടാ. തോടുകൂടാ. നിനക്ക് കുഞ്ഞൂട്ടിനെ മനസ്സായിട്ടാ. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇതെന്താ കാണിച്ചു നീ അടിക്കൊടുക്കാൻ വേണ്ടി? എടാ ആരാന്ന് വിചാരം? ആരാത്? ഗോപാലാണ്, കച്ചറ ഗോപാലാണ്. വെറുതെ കളിക്കാൻ നിൽക്കണ്ട നീ. കച്ചറ കുഞ്ഞൂട്ടനാന്ന്. എന്റെ ആശാന പീടി പോയി ചീത്ത വിളിച്ച കക്ഷിയാ നടന്നിക്കുന്നത്. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. നീ അതിന് പോലും ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. ചോദിക്കൽ 2 കൊടുക്കുകയും ചെയ്യും. നീ പടം നോക്കി പോ, പടം നോക്കി പോ. ബാസോട്ടാ, ഇത് കളി വേറെ. പോ, വിട് വിട്, വണ്ടി വിട്. 2 കൊടുത്ത് നിലം പരിശാക്കിട്ട് ഈ കുഞ്ഞൂട്ടന്റെ അടുത്ത് പോലും. നിന്നോട് വേണ്ടാന്നാണ് പറയണത്. വേണമെങ്കിൽ കണ്ടോ. പോ. നിനക്കുണ്ടെന്ന് വാങ്ങിക്കും. നിനക്കുണ്ടെന്ന് ഇത് അടിയുടെ